ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്നതല്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞു മന്തി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. ഫുഡ് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയെന്നില്ല കാര്യമായിട്ട്. അപ്പം ഇന്ന് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പം അമ്മ എന്നോട് പറഞ്ഞ് ഈ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാക്കലുണ്ട്. കൂടുതലൊന്നുമല്ല, ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഉള്ളത് നല്ല വൃത്തിക്കാണെങ്കിലും അതേപോലെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ഇപ്പോൾ എനിക്ക് പണ്ടൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞില്ല. പണ്ട് എന്നല്ല, ഇപ്പോൾ ഒരു കുറച്ചായിട്ടുള്ളൂ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മക്ക് അറിയാം ഞാൻ ഉണ്ടാക്കിയ നല്ലതാവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എന്നോട് പറഞ്ഞു നെയ്യ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അതിൽ ചെറിയ രീതിയിലുള്ള മസാലയും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഉണ്ടാക്കിയത്. ചിക്കന് പൊരിച്ചലും ബാക്കിയുള്ളതൊക്കെ ചോറും കാര്യങ്ങളൊക്കെ അമ്മ വെച്ചു. അപ്പം അമ്മ ചെറുതായിട്ട് യൂട്യൂബിൽ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മറന്നു എന്നൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇമ്മ പറഞ്ഞെന്ന രീതിയിൽ തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. ഇപ്പം ഞാൻ ഇടക്കും നിലക്കൊക്കെ തന്നെ ഉണ്ടാക്കണോണ്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം ഞാൻ. പക്ഷേ ഇവിടെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കൂടുതലായിട്ടൊന്നും. അപ്പോൾ അനിയന്മാരൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ എന്നാലും ഞാൻ അതൊന്നും കാര്യമാക്കില്ല. ഞാൻ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ പറയും ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുന്നേരം ഞങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതി പറയും കേട്ടോ. അഥവാ അടുക്കള ഉമ്മക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഉമ്മ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരിക. അങ്ങനെയാണ് പതിവായിട്ട്, അങ്ങനെയാണ് ഉണ്ടാവല്. പക്ഷെ ഇപ്പം ഉമ്മക്ക് ഞാൻ അത്യാവശ്യം നല്ല വലുതായി. പിന്നെ എനിക്കെല്ലാം ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. മറ്റേത് ഒരു നോർമലായിട്ടും ഉണ്ടാക്കണ്ട, നിങ്ങൾ പൊയ്ക്കോളിയും, വേറെ വല്ല ജോലികളിൽ എടുത്തോളിയും, ഇത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുള്ളൂ എന്നുള്ള വിചാരം കൊണ്ട് ഉമ്മ എന്നെ ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ ഒരുവിധം ഇമ്മക്ക് ആരോഗ്യം കൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമ്മന്നെ ഇട്ട് കൊടുക്കൽ. പക്ഷേ ഞാൻ ഉമ്മനോട് പറയലുണ്ട് ഉമ്മ ഒരു ഭാഗത്തിരുന്നോ, ഞാൻ എടുത്തോളാം തന്നെ പറയൽ ഇവിടെ വന്നാലൊക്കെ. പിന്നെ ഇമ്മ ഫുഡിൻ്റെ കാര്യങ്ങൾ ഉമ്മ നോക്കണോണ്ട് ഞാൻ അടിച്ചൂരി തുടക്കുക. പിന്നെ അനിയന്മാരെ ആയിക്കോട്ടോ. അപ്പോൾ എല്ലാ ജോലികളിലും ഓലും ചെയ്യും. ഇപ്പോൾ ഒരാൾ അടിച്ചു വരികയാണെങ്കിൽ ഒരാൾ തുടക്കുക. പിന്നെ അനിയത്തിയാണെങ്കിലും അധിക ജോലികളും ചെയ്യും. ഓളെ ഈ പ്രായത്തൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഓളെ ഈ പ്രായത്തോൾക്ക് എല്ലാ കാര്യവും അറിയാം. ഭക്ഷണം ഏതൊക്കെയാണ്, എന്താണ് പൊടികൾ, എല്ലാ കാര്യവും അറിയാം. ഇന്നെ പോലെ അല്ല കേട്ടോ, ഓള് നല്ല കുട്ടിയാണ്. ഈ ഒരു സമയത്ത് തന്നെ ഒക്കെ പഠിച്ചിക്കണ്. പക്ഷെ അത് നല്ലൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾക്ക് എല്ലാ കാര്യവും അറിയാം. എൻ്റെ ഇപ്പാൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ഇപ്പാൻ്റെ ഫുഡ് ഉണ്ടാക്കൽ കണ്ടിട്ടാണ് എൻ്റെ അമ്മക്ക് എല്ലാ കാര്യങ്ങളും ഓരോന്ന് അറിയണത്. ഓല് രണ്ടാളും ഒരുമിച്ചുണ്ടാവുമ്പോൾ പിന്നെ എൻ്റെ അപ്പ നാട്ടിലുണ്ടാവുമ്പോൾ എൻ്റെ അപ്പനെയാണ് കാര്യമായിട്ട് ഭക്ഷണം വെക്കൽ. അഥവാ സ്പെഷ്യലായിട്ട് എന്ത് വെക്കണമെന്നുണ്ടെങ്കിലും അത് ഇപ്പന്നെ വെക്കൽ. ഉമ്മക്ക് കൂടുതൽ ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പൊക്കെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാക്കാൻ അറിയാം. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ ഇപ്പം ഹോട്ടലിലാണ് കേട്ടോ. ഇപ്പാൻ്റെ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ നിമിഷം വരെ ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കുക, ബിരിയാണി, പൊറാട്ട, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല നല്ല വൃത്തിക്കും ഉണ്ടാക്കും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ മന്തി ഒരു വിധമായിട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകൾക്ക് മല്ലിച്ചപ്പും അതേപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ഇടുന്നുണ്ട്, മുളകൊക്കെ വെക്കണുണ്ട് കേട്ടോ. എന്നിട്ട് വേണം പിന്നെ നമ്മൾ തീ ഉണ്ടാവില്ലേ, കനൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ലേസം മിക്സ് ആക്കിയിട്ട് വെക്കണുണ്ട്. ഈ ഒരു സമയത്ത് പിന്നെ അനിയന്മാർ ഓരോ ജോലി ചെയ്യണുണ്ട് കേട്ടോ. ഒരാൾ അടിച്ചു വരുന്നുണ്ട്, ഒരാൾ പാത്രം കഴുകുന്നുണ്ട്. അനിയത്തിയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും സഹായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ മയോണൈസൊക്കെ ഓൾ തന്നെയായിട്ട് ഉണ്ടാക്കിയത്. നല്ല കട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടോളം ഉണ്ടാക്കിയത്. അതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അനിയന്മാർ ഇതേപോലെ എപ്പോഴും ഒന്നും ചെയ്യൂല കേട്ടോ. ഇമ്മക്ക് എന്തെങ്കിലും കൂടുതൽ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലെ ഹെൽപ്പ് ചെയ്യും. കൂടുതലായിട്ടൊന്നുമില്ല. ഇമ്മ കുറച്ച് മുന്നേ ഇതേപോലെ പിന്നെ ബാലൻസിൻ്റെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മക്ക്
കുറേ റെസ്റ്റും കാര്യങ്ങളൊക്കെ കുറേ ദിവസം റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഓക്കെ ചെയ്തത്. അന്ന് ഞങ്ങളെല്ലാവരും നല്ല ടെൻഷൻ അടിച്ചു. കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ ദിവസവും ഫുഡ് ഉണ്ടാക്കിയിട്ടും ഞങ്ങളെ കാര്യങ്ങൾ നോക്കിയിട്ടും ഇങ്ങനെ നടക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് അമ്മക്ക് വയ്യാതായ സമയത്ത് ഞങ്ങളൊക്കെ ആകെ ടെൻഷനായി. ഞാൻ അവിടെ നിന്ന് വന്ന് പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സാവധാനമാണ് മാറിയത്. ആ ഒരു സമയത്ത് അനിയന്മാരാണെന്നുണ്ടെങ്കിലും പിന്നെ ഒക്കെ മനസ്സിലായി. ഒന്ന് വയ്യാതെ കടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഇതാവും. അപ്പം അതിന് ശേഷമല്ല ഓരോ കാര്യങ്ങളും ഓല് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ അമ്മ എല്ലാവർക്കും ഓരോ പ്ലേറ്റൊക്കെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജോലികളും കഴിഞ്ഞ് പിന്നെ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകലും തുടക്കലും അടിച്ചു വരലും. കുറേ ആൾക്കാരത് കുളി കഴിഞ്ഞിരിക്കണം, ചില ആൾക്കാരത് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചാൽ വേണ്ടി നിൽക്കട്ടോ എല്ലാവരും. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞ് പിന്നെ ഈ എല്ലാ പ്ലേറ്റും എടുക്ക് ഫുഡ് എടുക്കുക പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരിക്കലും എടുക്കാൻ കഴിയൂല, തരണം. ഇപ്പം ഫുഡും കാര്യങ്ങളും ഇപ്പം ഉണ്ടാക്കി, പക്ഷേ എനിക്ക് എടുക്കാൻ കഴിയൂല എനിക്ക് ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോ പ്ലേറ്റുക്കും. അപ്പം വിളമ്പി തരണം കേട്ടോ. അതിന് ശേഷം അങ്ങനെ എല്ലാവരും കഴിച്ചാൽ നിൽക്കുകയാണ്. ഓരോരുത്തരും ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. ഹെസമോള് നിലത്തിരിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചാണ്, എനിക്ക് പോകാനുള്ളതുകൊണ്ട് പിന്നെ ഓൾക്കൊരു പ്ലേറ്റിൽ കൊടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും കേട്ടോ. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരാണ്ട് എല്ലാവരും പാടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോണത് തെസ്നിൻ്റെ വീട്ടിൽ കേട്ടോ. ഞങ്ങളെ വീടും ഏകദേശം ഒരേ അടുത്താണ്. അതേപോലെ തന്നെ ഞങ്ങൾ പിന്നെ 5ാം ക്ലാസ് മുതൽ അതേപോലെ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു സ്കൂളിൽ. അതേപോലെ തന്നെ പിന്നെ മദ്രസയിൽ ഒരുമിച്ച് പഠിച്ചതാട്ടോ. ഞങ്ങളെല്ലാവരും കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും എപ്പോഴാണോ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നത് ആ ഒരു സമയത്തൊക്കെ പരസ്പരം കാണലുണ്ടായിരുന്നു. പക്ഷെ കുട്ടികളൊക്കെ ആയതിന് ശേഷം 1, 2 കുട്ടികളൊക്കെ ആയതിന് ശേഷം ഓരോരുത്തർ ഓരോ ബിസി ആയിട്ടോ. അപ്പം ഞങ്ങളിന്ന് നെസ്സി, അതേപോലെ ഷംന, പിന്നെ ഞാൻ, ഷഹല, തസ്നി, പിന്നെ ലസിത, അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ടൊന്നും കൂടിയത്. ഞാൻ ഹസനെയും ഇസൂനെയും ഒന്നും കൊണ്ടുപോയിരുന്നില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ല കൊടുന്നാൽ മതിയെന്നോ തോന്നി. തസ്നിൻ്റെ കുട്ടിയാട്ടോ, ബേബിയാണ് അവളെ പേര്. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്ന നിൽക്കണത്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്ന നിൽക്കണം. പക്ഷേ തസ്നി പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, കഴിച്ചിട്ട് പോരരുതേന്ന്. പക്ഷെ എന്നാലും ഓല് ഉണ്ടാക്കിയതുകൊണ്ട് ചെറിയ രീതിയിൽ കഴിച്ചു കേട്ടോ. വന്ന ഉടനെ കുറേ നേരം ഞങ്ങളെല്ലാവരും പാടെ സംസാരിച്ചു. ഓലെ ഫോട്ടോസും വീഡിയോസൊന്നും ഫോട്ടോ ഞങ്ങൾ എടുത്തു, പക്ഷേ വീഡിയോസ് ഓലത് കൂടുതലായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഒരാൾ ചെറിയ കുട്ടീനെയുണ്ട് കേട്ടോ. ഒരാളല്ല, 2 ചെറിയ കുട്ടീനെയുണ്ടാവാൻ നിൽക്കണത്. ഞങ്ങൾക്ക് കാണാനുള്ളൊരാഗ്രഹം കൊണ്ട്. കാരണം ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങളൊന്നും ഒരുമിച്ച് കാണലില്ല. പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. കാരണം ഞങ്ങളെ ഗ്രൂപ്പിലൊരു മെസ്സേജ് അയച്ച് അപ്പോൾ പറഞ്ഞു നമുക്ക് പരസ്പരം കാണില്ലേ, പിന്നെ മദ്രസ തുറക്കാനായി, പോവാനായി. അപ്പം എല്ലാവരും ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു എല്ലാവരും അവനവൻ്റെ വീട്ടിലുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടണം. എപ്പോഴും ഞങ്ങൾ നെസ്സിൻ്റെ വീട്ടിലാട്ടോ ഉണ്ടാവല്. ഓളെ വീട്ടിലെ പരിസരത്ത് അങ്ങനെ കൂടുതൽ വീടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ സംസാരിച്ചുമ്പോൾ പുറത്തേക്ക് കേൾക്കണ്ട വിചാരിച്ചിട്ട് അധികം ഞങ്ങൾ നെസ്സിൻ്റെ വീട്ടിലാണ് കൂടൽ. പക്ഷേ ഇപ്പോൾ ഒരു ചേഞ്ച്, ഞങ്ങൾ നെസ്സിൻ്റെ വീട്ടിലാണ്. വന്ന ഉടനെ സംസാരവും ഓരോരുത്തരെ കാര്യങ്ങൾ അന്വേഷിക്കലും പറച്ചിലും അങ്ങനെ സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫുഡും കഴിച്ച് പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഞങ്ങളങ്ങനെ നടക്കുക കേട്ടോ. ഉള്ള വീടിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോകുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്ത് സംസാരിച്ചിരുന്ന് സത്യം പറഞ്ഞാൽ സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഏകദേശം ഒരു 3-4 മണിക്കൂർ നേരം ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളൊക്കെ ചെറിയ ആൾക്കാരുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. 2 ആൾക്കാർ ചെറിയ കുട്ടികളെയും കൊണ്ടാണ് വന്നിരുന്നത്. അപ്പോൾ പിന്നെ ഓലെ കരച്ചിലായി, ഭക്ഷണം എല്ലാം കൊണ്ടും ഓൾക്ക് ബുദ്ധിമുട്ടാക്കാരം. പിന്നെ ഓരോരുത്തർക്ക് സ്ഥലം കുറേ ദൂരത്തുനിന്ന് വന്ന ആൾക്കാരും ഉണ്ട്. എവിടേക്കുമല്ല, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒഴിഞ്ഞ സ്ഥലം, പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു ഞങ്ങൾക്ക്. അവിടെ പോയിരുന്ന് സംസാരിച്ചു. പക്ഷേ കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയില്ല. അങ്ങനെ ഏകദേശം ഒരു 5-5:30 സമയമായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളടുത്ത് തന്നെ, അഥവാ
വീടിൻ്റെ അടുത്തുള്ള 3-4 ഫ്രണ്ട്സുകൾ ഓല് ഇവിടെ ഇല്ല കേട്ടോ. ഓല വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓല് ഞങ്ങളെ കൂട്ടത്തിൽ ഇന്ന് കൂടാൻ പറ്റിയില്ല. അപ്പം ഇനി പിന്നൊരു ദിവസം എല്ലാവരും പാടെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് പോന്ന്. വീട്ടിലെത്തിയ സമയത്ത് പിന്നെ ഇസൂല് അങ്ങനെ ഞങ്ങളവിടെ അടുത്തൊരു ചെറിയൊരു കട തുടങ്ങിയിട്ടുണ്ട് ഒരു കുട്ടി. അപ്പോൾ അവിടെ പോയിരിക്കുക നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ അവിടെ പോയിരിക്കും എന്താണെന്നുള്ളത്. ഹെസക്ക് അങ്ങനെ ഞാൻ വന്നു എന്നില്ല, ഞാൻ പോയത് അങ്ങനെയൊന്നുമില്ല. ഞാൻ പോയാൽ ടാറ്റാൻ ശരിയായിരിക്കും. ഓൾക്ക് ഞാൻ വേണം തന്നെയല്ല. എനിക്കൊരു ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുട്ടികൾ കൊടുന്ന സമയത്ത് ഞാൻ മാത്രം കൊണ്ടുപോയില്ല. ഞാൻ കൊണ്ടുപോയില്ല എന്ന് വെച്ചാൽ ഈ വെയിൽ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. അതുകൊണ്ടും പിന്നെ അതേപോലെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഓല് ഇവിടെ ഫുഡ് കഴിച്ച് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈസുവിനോട് ചോദിച്ച് അനക്ക് പോരണോ എന്നുള്ളത്. അപ്പോൾ ഓൻ പറഞ്ഞ് ഇല്ല, ഓനെ അധികം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവലുണ്ട്. ഇന്നോൻ പറഞ്ഞു ഞാനില്ല, ഞാൻ ആ കടയിൽ പോയിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അവിടുത്തെ പോയ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ അങ്ങനെ അല്ലാതെ ഉമ്മാനോട് പറഞ്ഞ് പിന്നെ ഏകദേശം ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിക്കണം കേട്ടോ. ഒരു 6 മണി ആയിക്കണ്. ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ ചെറിയ രീതിയിൽ മഴക്കാർ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളിൽ ബാക്ക് സൈഡിലൊക്കെ തന്നെ മഴക്കാറും മുന്നിലാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ പിന്നെ ഇടിമിന്നലും ഇടിപൊട്ടലൊക്കെ തന്നെ തുടങ്ങിയിട്ടോ. മഴ വരികയെന്ന് കണ്ടപ്പോൾ ഇസു ആ കടയിൽ നിൽക്കുന്നു കേട്ടോ. ഇസു എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ചെറിയൊരു വെക്കേഷനും കാര്യങ്ങളല്ലേ, ആ കുട്ടി ചെറിയൊരു കട പോലെ തുടങ്ങിയിരിക്കണം. അപ്പോൾ അവിടെ നിൽക്കാൻ പോയിക്കുന്നു ഇസു വെറുതെ ഓനോട് സംസാരിച്ചിരിക്കാൻ. അപ്പോൾ ഓലൊക്കെ വേഗം മഴ വരികയാണെന്ന് കണ്ടപ്പോൾ വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ രീതിയിലുള്ളൊരു മഴക്കാറും കാര്യങ്ങളും പെട്ടെന്ന് പോയി. പിന്നീട് മഴയും കാര്യങ്ങളൊന്നും പെയ്തില്ല കേട്ടോ. അങ്ങനെ അതില്ലാതായി. ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ. ഓക്കെ.